حاضرين اعلموا علم اليقين النبي حاضرين اعلموا علم اليقين أن رب العالمين فرض الصلاة عليه أن رب العالمين فرض الصلاة عليه النبي صلى الله عليه. നമുക്ക് അഹ്ലുസുന്നയുടെ ആദർശങ്ങളെക്കുറിച്ച് വിശ്വാസ ആചാരങ്ങളെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയാണ്. പക്ഷം മറുപക്ഷം എന്ന ഒന്നിവിടെ ഇല്ല. സുന്നികൾക്കും അസുന്നികൾക്കും ചോദിക്കാം. നാടകീയമായ ഒരു രംഗവും ഇവിടെ അരങ്ങേറുന്നില്ല. അതുകൊണ്ട് എല്ലാവരും സംശയ നിവാരണത്തിന് ഈ അമൂല്യമായ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بجل الله أما بعد. സുദീർഘമായ ഒരു പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പരിപാടി എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നടക്കാനിരിക്കുന്നത് തുറന്ന ചർച്ചക്ക് മറുപടി പറയാൻ നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ എല്ലാവരും സ്ഥലത്തെത്തി കഴിഞ്ഞു. വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അലവി സഖാഫി കൊളത്തൂർ, റസീദ് സഖാഫി ഏലംകുളം, സാദിഖ് സഖാഫി പെരുന്താശ്ശേരി തുടങ്ങിയിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാരും എല്ലാവരും നമ്മുടെ വേദിയിലെത്തി ഇനി നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. വിഷയങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടി റസീദ് സഖാഫി ഏലംകുളത്തെ ആദരപൂർവ്വം ക്ഷണിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله. നാം ഏവരും പ്രതീക്ഷിക്കുന്നത് ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആചാര അനുഷ്ഠാന കർമ്മ വിശ്വാസങ്ങളുടെ അതിന്റെ യഥാവിധി മനസ്സിലാക്കുവാനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശവാഹകർ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സത്യസരണിയെ സ്വായത്തമാക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ചർച്ചാവേദിയിലാണ്. അതുകൊണ്ട് അതിന്റെ ശൈലിയെ സംബന്ധിച്ച് ഉണർത്തി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കേരളക്കരയിലും കേരളേതര സംസ്ഥാനങ്ങളിലും അതുപോലെ ഗൾഫ് നാടുകളിൽ വരെ ഇത്തരം ആദർശ ചർച്ചകൾ അരങ്ങേറുകയുണ്ടായി. നമുക്കറിയാം, മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ വഹ്യിന്റെ സാക്ഷികളായ ഉത്തമ നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ സച്ചരിതരായ മുൻഗാമികളും തലമുറകളായി നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹത്തായ ആദർശമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. പ്രസ്തുത മഹത്തായ ആദർശം സന്മാർഗ സരണിയിലൂടെ സഞ്ചരിക്കേണ്ട സത്യവിശ്വാസികൾ സ്വായത്തമാക്കുമ്പോൾ സ്വാഭാവികമായും വിഘടനവാദങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിനെതിരായ ചിന്തകളും ഉത്തമ നൂറ്റാണ്ട് തൊട്ടേ ഉടലെടുക്കുകയും
നമ്മുടെ ഈ മഹത്തായ കേരളക്കരയിൽ വരെ അതിന്റെ അലയൊലികൾ അടിച്ചുകൊണ്ടിരിക്കുകയുമാണ്. 1908 കണ്ണൂരിലെ പഴയങ്ങാടിയിൽ വെച്ച് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി നേതൃത്വം നൽകിയ ഖാദിയാനി പ്രസ്ഥാനം മുതൽ ഈ മഹത്തായ ആദർശത്തിനെതിരെ ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ചിന്താധാരകൾ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയും യഥാർത്ഥ ആദർശത്തിൽ നിന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം സംരംഭങ്ങൾ അത്യാവശ്യമാണ് എന്ന കാര്യം പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഇത്തരം ചർച്ചാവേദികൾ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം നടത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഉണർത്താനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനവും നമ്മളും 143ഓളം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും നമ്മളും 95ഓളം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, അതുപോലെ ഖാദിയാനി പ്രസ്ഥാനവും തബ്ലീഗ് ജമാഅത്തും അതുപോലെയുള്ള വിഘടനവാദങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് സമൂഹത്തോട് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുവാനും ശരിയായ ആദർശം ഉൾക്കൊള്ളുവാനുമാണ് ഇത്തരം വേദികൾ നാം സംഘടിപ്പിക്കുന്നത്. കാരണം വൺവേയായി ഓരോ സ്റ്റേജിലൂടെ അതല്ലെങ്കിൽ പേജുകളിലൂടെ റിക്വസ്റ്റ് ചെയ്യാനുള്ള അവസരമില്ലാതെ എന്തും പറഞ്ഞു പോവാനുള്ള ഒരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് താൻ ഉൾക്കൊള്ളുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ഉൾക്കൊള്ളുന്ന ആദർശം സത്യമാണ് എന്നതിന്റെ പേരിലാണ് അല്ല എന്നാർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അതിവിടെ ചോദിക്കാം, സംശയ നിവാരണം വരുത്താൻ, അതുപോലെ വസ്തുനിഷ്ഠമായ വിശകലന വിധേയമാക്കാൻ മറ്റു പ്രസ്ഥാന ബന്ധുക്കളെയും സുന്നത്ത് ജമാഅത്തിന്റെ വാഹകരിൽ സംശയാലുക്കളെയും ഇത്തരം വേദി ഒരുക്കിക്കൊണ്ട് നാം തയ്യാറാക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇത്തരം വേദി ഒരുക്കുക എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമുള്ളവരുടെ മാത്രം പ്രത്യേകതയാണ്. നമുക്കറിയാം, 300-നടുത്ത് സ്റ്റേജുകളിൽ ഇത്തരം മുഖാമുഖങ്ങൾ കേരളക്കരയിലും മറ്റു സ്ഥലങ്ങളിലും നടത്തപ്പെടുകയുണ്ടായി. ഓരോരുത്തരും ചോദിക്കുന്നു, ആ ചോദ്യത്തിന്റെ മറുപടി പറയുന്നു, മറുപടി പറഞ്ഞതിന് ശേഷം വീണ്ടും ഉപചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കുന്നു, വീണ്ടും മറുപടി പറയുന്നു. ഒരാളുടെ സംശയം തീരുമ്പോൾ ചോദിക്കാനുള്ള അവസരം ഈ വേദിയിലുണ്ട്. ഇത്തരം വേദികൾ സംഘടിപ്പിച്ചപ്പോൾ ചില പ്രസ്ഥാനങ്ങളൊക്കെ അഥവാ മുജാഹിദ് പ്രസ്ഥാനമൊക്കെ മുഖാമുഖം നടത്താൻ ഒന്ന് ശ്രമിച്ചു നോക്കുകയുണ്ടായി. പക്ഷേ ഒരു ചോദ്യം ചോദിച്ചാൽ ഓടിക്കൊള്ളണം. 3 മണിക്കൂർ നേരെയുള്ള 3 മണിക്കൂർ നേരത്തുള്ള വിഷയാവതരണത്തിന്റെ വിരസതയിൽ വീർപ്പുമുട്ടുന്ന സമൂഹത്തോട് പറയുന്ന ഒരു ചോദ്യം മാത്രമേ ചോദിക്കാവൂ. അടുത്ത ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മുങ്ങിപ്പോകണം, ഓടിപ്പോകണം എന്നതായിരുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ മുഖാമുഖം അതല്ലെങ്കിൽ പണ്ഡിത ചർച്ച ഇവിടെ നടത്തുമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ആദർശപരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. അഥവാ സുന്നികളും സുന്നിയേതര കക്ഷികളും തമ്മിൽ ആദർശപരമായി നിലകൊള്ളുന്ന ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രസ്തുത വിഷയങ്ങളെ സംബന്ധിച്ച് നിവാരണം വരുത്താൻ ആദർശ സംബന്ധമായ വിഷയമാണ് നാമൊക്കെ ചോദിക്കേണ്ടത് എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. രണ്ടാമതായി, മറ്റു സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റോ ചർച്ച
ശ്രദ്ധക്കെടുക്കാതെ അതല്ലെങ്കിൽ അനുഷ്ഠാന കർമ്മങ്ങളിലുള്ള മസ്തരകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതെ ഈ മഹത്തായ വേദി ആദർശ പഠനത്തിന് വിനിയോഗിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് ആദ്യമായി ഉണർത്താനുള്ളത്. രണ്ടാമതായി ഈ മഹത്തായ പരിപാടിയിൽ സുന്നിയേതര കക്ഷികളിൽപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും അതുപോലെ ഖാദിയാനികൾക്കും തബ്ലീഗുകാർക്കും എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. അതിനുള്ള സാധാരണക്കാർക്കും അതുപോലെ നേതാക്കന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ ഈ മഹത്തായ പരിപാടിയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ മഹത്തായ ആദർശ വേദി നാം എല്ലാവരും വളരെയധികം ഉപയോഗപ്പെടുത്തുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ ആദർശങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവരും മുന്നോട്ട് വരികയും ചെയ്യണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്തരം ഒരു വേദി ഇവിടെ നാം സംഘടിപ്പിക്കുമ്പോൾ ഇനി എന്റെ പ്രിയപ്പെട്ടവരെ ആദർശ വേദിയുടെ മറ്റു ഭാഗങ്ങളിലുള്ള നമ്മുടെ എതിർകക്ഷികളായ മുജാഹിദ് സുഹൃത്തുക്കളോ ജമാഅത്തെ ഇസ്ലാമിക്കാരോ തങ്ങളുടെ ആദർശമാണ് ശരിയെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇത്തരം വേദിയൊരുക്കി പാവപ്പെട്ട സുന്നി മക്കളുടെ സംശയ നിവാരണത്തിനുതകുന്ന രൂപത്തിലുള്ള വേദി സംഘടിപ്പിച്ച് തുറന്ന ചർച്ച സംഘടിപ്പിച്ച് ഒരു ചോദ്യത്തിന് കഴിഞ്ഞ് ഓടണം എന്നുള്ള നിബന്ധന വയ്ക്കാതെ അഭിസംബോധന ചോദിക്കാനും ആ ചോദ്യത്തിന്റെ മറുപടി പറയാനുമുള്ള ഒരു വേദി ഒരുക്കാൻ സഞ്ചേരമുള്ള ആളുകളുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം ഈ മഹത്തായ വേദിയിൽ എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യകർത്താക്കളെ ഈ മഹത്തായ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. നിങ്ങളോട് പറയാനുള്ളത് പ്രൊട്ടക്ഷൻ തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സുന്നികളായ ആളുകൾ അഹ്ലുസുന്നത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നേർച്ചകളുമായി ഒരു പ്രത്യേകമായ ഇസ്ലാം അംഗീകരിക്കാത്ത പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നത് കാണുക. ഇതിനെ വിമർശിക്കുമ്പോൾ അവര് ഔലിയാക്കളോട് സ്നേഹമില്ലാത്തവരാണ്, അവരമ്പിയാക്കളോട് ബഹുമാനമില്ലാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പഠിക്കുകയും ബഹുമാനമുള്ള ഞങ്ങൾ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ശരിയെന്ന് ജനങ്ങളെ മുമ്പിൽ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ ഞങ്ങൾക്ക് അനിവാര്യമായതുകൊണ്ട് ക്യാമ്പയിനുകളും മറ്റുമായി വീഡിയോ പ്രദർശനത്തിലൂടെയും അതിന്റെ വിഷയങ്ങളുമായി ഞങ്ങൾ മുന്നേറുമ്പോൾ അനാചാരമായ കാര്യമായിട്ട് നേർച്ചയുടെ പേരിൽ നിങ്ങൾ നടത്തുന്നതിനെ വിമർശിക്കുമ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഓരോ ഔലിയാക്കളുടെ പേരിൽ, മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ, സുലൈമാൻ നബിന്റെ പേരിൽ ഇങ്ങനെ കോഴിയും അതുപോലെ മറ്റേ ആടും പോത്തും മൂരിയും ഇങ്ങനെയൊക്കെ ഓരോന്ന് നേർച്ചയാക്കുന്ന ഒരു ക്രിയയിൽ നേർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മശാസ്ത്രം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന പല ഗ്രന്ഥങ്ങളിലും നേർച്ച അള്ളാഹുവിനെ പാടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണുന്നു. ഈ അടിസ്ഥാനത്തിൽ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം.
സമൂഹത്തെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പാവപ്പെട്ട സുന്നി സമൂഹത്തെ മതഭ്രഷ്ടരാക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് നേർച്ച എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നേർച്ച എന്നാൽ എന്ത്? ഇസ്ലാം അംഗീകരിക്കുന്ന നേർച്ച കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്ത് എന്ന് വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന പക്ഷം ഈ ചോദ്യം തന്നെ അപ്രസക്തമാവുകയാണ്. നമുക്കറിയാം, നേർച്ച എന്നതിന്റെ ഡെഫിനിഷൻ ഇൽത്തിസാമു മുസ്ലിമിൻ മുകല്ലഫിൻ റശീദിൻ ഖുർബതൻ ലം തതഅയ്യൻ, ഒരൈച്ഛികമായ സുന്നത്തായ ഒരു കാര്യത്തെ പ്രവർത്തിക്കാൻ വേണ്ടി ദൃഢപ്രതിജ്ഞ എടുക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കുന്നു, ഞാനൊരു സുന്നത്ത് നോമ്പെടുക്കാൻ നേർച്ചയാക്കുന്നു, ഞാൻ ഖുർആൻ ഓതാൻ നേർച്ചയാക്കുന്നു, ഞാൻ സുന്നത്തായ മറ്റൊരു കാര്യം ചെയ്യാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി തീരുകയാണ്. അപ്പോൾ ഇസ്ലാം സുന്നത്തായി അംഗീകരിക്കപ്പെടുന്ന, പുണ്യമായി അംഗീകരിക്കപ്പെടുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ ഇതിന്റെ പരിധിയിൽ വരികയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സദഖ കൊടുക്കുക, മഹാന്മാരുടെ പേരിൽ സദഖ കൊടുക്കുക എന്നത്. നമുക്കറിയാം, മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് എന്റെ ഉമ്മ വഫാത്തായിട്ടുണ്ട്, ഞാൻ എന്താണ് അവരുടെ പേരിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒരു കിണർ കുഴിച്ചുകൊണ്ട് സദഖ കൊടുക്കാൻ വേണ്ടിയാണ്. വെള്ളം മരിച്ചവരുടെ പേരിൽ സദഖയായി കൊടുക്കാൻ വേണ്ടിയാണ്. ചുരുക്കത്തിൽ ആ സഹാബി ചെയ്തത് ഹാദിഹി ലി ഉമ്മി സഅദ്, ഒരു കിണർ കുഴിച്ചുകൊണ്ട് ഇത് ഉമ്മു സഅദിന് ഉള്ളതാണ്, ഇത് സഅദിന്റെ ഉമ്മാക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഒരു കിണർ കൊടുക്കുകയുണ്ടായി. ഏതുപോലെ സാധുക്കളായ നമ്മളൊക്കെ ഈ കോഴി മൊഹീദ്ദീൻ ശൈഖിനുള്ളതാണ് എന്ന് പറയുന്നത് പോലെ. എന്താണ് കാരണം? മൊഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ഒരു കോഴിയെ നാം അറുക്കുന്നു, മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ നാം ഖുർആൻ പാരായണം നടത്തുന്നു, മുഹീദ്ദീൻ ശൈഖിന്റെ ഖബർ നാം സിയാറത്ത് ചെയ്യുന്നു. ഇതുപോലെ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മായുടെ പേരിൽ ഏതൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അന്ന് കിണർ സമർപ്പിച്ചതെങ്കിൽ അതേ ഉദ്ദേശം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പേരിൽ മാത്രം അറുത്തുകൊണ്ട് ആ മുഹീദ്ദീൻ ശൈഖിന്റെ മദ്ഹ് പറയാനും ആ മുഹീദ്ദീൻ ശൈഖിന്റെ മദ്ഹിന് വരുന്ന ആളുകൾക്ക് ദാനം ചെയ്യാനും വേണ്ടി നാം കോഴിയെ അറുക്കുന്നു. ഈ കോഴിയെ അറുക്കുന്ന, അതല്ലെങ്കിൽ മാട്ടിനെ അറുക്കുന്ന, അതല്ലെങ്കിൽ അതുപോലെയുള്ള സുന്നത്തായി ഇസ്ലാം കൽപ്പിച്ച സദഖ ദൃഢപ്രതിജ്ഞയോടുകൂടെ നടത്തുമ്പോൾ മാത്രമാണ് നേർച്ചയായി തീരുന്നത്. അപ്പൊ നാം ചെയ്യുന്നത്, നാം പ്രവർത്തിക്കാറുള്ളത്, ഈ കോഴിയെ അറുക്കുമ്പോൾ, ഈ പശുവിനെ അറുക്കുമ്പോൾ, ഈ കാളയെ അറുക്കുമ്പോൾ ഇത് മുഹീദ്ദീൻ ശൈഖിന്റെ മദ്ഹ് പറയാനും, മദ്ഹ് പറയുക എന്നതൊരു പുണ്യകർമ്മമാണ്. അല്ലാഹുവിന്റെ റസൂൽ അംബിയാ ഇബാദ, സുലൈമാൻ നബി ആവട്ടെ അല്ലാത്ത നബി ആവട്ടെ അംബിയാക്കളുടെ മദ്ഹ് പറയുന്ന ഇബാദത്താണ്. സ്വാലിഹീന ഗഫാറ, മഹാരഥന്മാരുടെ മദ്ഹ് പറയുക എന്നുള്ളത് ദോഷത്തെ ചെറുപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു മഹത്തായ പുണ്യകർമ്മം, അതുപോലെ മഹത്തായ മറ്റൊരു പുണ്യകർമ്മമായ സദഖ, ഇത് രണ്ടും സമന്വയിപ്പിച്ചതാണ് ഈ മഹാരഥന്മാരുടെ പേരിൽ ചെയ്യുന്ന ഈ പ്രവർത്തനം. ആ സുന്നത്തായ കർമ്മത്തെ പൂർത്തപ്പെടുത്തുന്നത് കൊണ്ടാണത് നേർച്ചയായി തീരുന്നത് എന്ന് ചോദ്യകർത്താവിനെ ഓർമ്മപ്പെടുത്തുന്നു. മദ്ഹ് പറയുന്നത് സംബന്ധിച്ചൊന്നും ആരും ഇവിടെ ചോദിച്ചിട്ടില്ല, സദഖയെ സംബന്ധിച്ച് ആരും ചോദിച്ചിട്ടില്ല, അറബിനെ സംബന്ധിച്ചാ ചോദിച്ചതിന് മറുപടി പറയണം. ഞാൻ നേരത്തെ ഒരു ഹദീസ് പറഞ്ഞു, കാമ്മാ മുണ്ടിയില്ല. നേരത്തെ പറഞ്ഞ ഹദീസ് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്,
അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അറവിനെ സംബന്ധിച്ചാ ചോദിക്കുന്നു. എന്നിട്ട് മുമ്പ് സായത്തിന് വേണ്ടിയിട്ട് സറത്ത് ചെയ്തു, അതാക്കി ആര് ചോദിച്ചു? ചോദിക്കാത്തതിനെ വെറുതെ എന്തിന് ജനങ്ങളെ പറ്റിക്കണം? ജനങ്ങൾക്കറിയുന്നില്ല ചോദിക്കുന്ന ചോദ്യം എന്താണെന്നും മറുപടി പറഞ്ഞത് എന്താണെന്നും ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. നേരത്തെ ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്, നിഷേധിക്കാൻ കഴിയില്ല. വൈകില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന ഒരുത്തരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഈ അറവിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി സ്വാലിഹീൻ. അമ്മാ ബഅദ്. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي وقلت حيلتي أدركني يا حبيب الله. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതിനെ കുറിച്ചാണ്. അതിന്റെ ശരണിയായ മറുപടി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപചോദ്യം മൻ ദബഹലി ഗൈരില്ലാഹി എന്ന് തുടങ്ങുന്ന ഈ ആശയമുള്ള അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്താൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് കുറിക്കുന്ന ഹദീസാണ് അദ്ദേഹത്തിന്റെ ഉപചോദ്യം. മറുപടി നേരത്തെ പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചൊരു കാര്യം കാണാം. വമാ ദുബിഹ ലിഗൈരില്ലാഹി വമാ ഉഹില്ല ലിഗൈരില്ലാഹി. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് അതും നിങ്ങൾ ഭക്ഷിക്കൽ ഹറാമാണ്, അങ്ങനെ അറുക്കാൻ പാടില്ല എന്നൊക്കെ ഖുർആനിൽ കാണാം. അതിന്റെ വിശദമായ വിശദീകരണം ഖുർആൻ പണ്ഡിതന്മാര് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ്? മുശ്രിക്കുകൾ ചെയ്തിരുന്ന ഒരു പരിപാടിയുണ്ട്. അവർ അല്ലാഹുവിന്റെ മുസ്ലിമീങ്ങളൊക്കെ കോഴിയാണെങ്കിലും പോത്താണെങ്കിലും ഒക്കെ അറുക്കാറുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന ഒരു പരിപാടിയുണ്ട്. ലാത്തയുടെയും ഉസ്സയുടെയും പേര് പറഞ്ഞുകൊണ്ടാണ് അറുക്കാറുള്ളത്. ബിസ്മില്ലാ, ലാത്തയുടെ നാമം കൊണ്ട് ഞാൻ അറുക്കുന്നു, ബിസ്മിൽ ഉസ്സ, ഉസ്സയുടെ നാമത്തിൽ ഞാൻ അറുക്കുന്നു എന്ന് പറഞ്ഞ് മക്കയിലെ മുശ്രിക്കുകൾ ഈ മാടികളെയും ജീവികളെയും ഒക്കെ അറുക്കാറുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ ഉഹില്ല ലിഗൈരില്ലാഹി, ഇങ്ങനെ അറുക്കപ്പെട്ടത് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ് എന്നാണ്. അത് അതിന്റെ വിശദീകരണം ചോദ്യത്താൽ ഉന്നയിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഉദ്ധരിക്കാം. അപ്പോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ആശയമാണ് ഹദീസിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ ചെയ്യുന്ന അല്ലാഹുവിന്റെ നാമത്തിലല്ല, അല്ലാഹുവിന് സമന്മാരായ മറ്റു ദൈവങ്ങളെ സങ്കല്പിച്ച് ആ ദൈവങ്ങളുടെ പേരിലും ആ ദൈവങ്ങളുടെ പ്രീതിക്കുമായി അറുക്കുന്ന പ്രവണതയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഖുർആന പഠിപ്പിച്ചിട്ടുള്ളത്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്ക് വേണ്ടി അറുക്കപ്പെട്ടത് അത് ഹറാമാണ്, ശപിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ കാര്യം വളരെ അപകടമാണ്. സാധാരണക്കാരായ ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. നമ്മളെ നാട്ടിൽ പുതിയാപ്പിള വരുമ്പോ മരുവ് വരുമ്പോ കോഴി ഇറക്കാറുണ്ട്. ഇത് അള്ളാഹ്ക്ക് വേണ്ടി ഇറക്കാണോ മരുവിന് വേണ്ടി ഇറക്കാണോ പറഞ്ഞാൽ നിങ്ങൾ അത് മുസ്ലിക്കാണ് ചുരുക്കാണ് ആളാണെങ്കിൽ ആദ്യം ഇറങ്ങുന്നു പോകും വഹാബികളല്ലേ, പിന്നല്ലേ നമ്മൾ പോകുള്ളൂ. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെടുന്നത്, പുതിയാപ്പിളക്ക് വേണ്ടി അറുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മൗലവി സമ്മേളനത്തിൽ വരുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി മൗലവിയുടെ ഭക്ഷണമുള്ള ദിവസം അയാളിവിടെ പ്രത്യേകിക്കാൻ വരിക. അപ്പൊ അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അതുകൊണ്ട് കോഴി ഇറക്കണം, മൗലവിക്ക് വേണ്ടി ആ കോഴി ഇറക്കണം. ഒന്നാമത് അത് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിലക്കുള്ള തോതിനനുസരിച്ച് അപ്പൊ അതും ചുരുക്കാണ് നരകത്തിന് പോകുന്നു പറയേണ്ടി വരില്ലേ. അപ്പൊ ചുരുക്കത്തിൽ അത് ഒരു പ്രയോഗമാണ്. അത് അറബ് മാത്രമല്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇത് അറബിനെ കുറിച്ച് മാത്രമല്ലല്ലോ ഇസ്കാല്. അറബ്
മാത്രം അള്ളാഹ് വേറുള്ളതൊക്കെ പിന്നെ പരിഹരിക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നിസ്കാരത്തിൽ ആദ്യം പറയുന്നത് എന്താ? ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? പടച്ചവനെ, എന്റെ നിസ്കാരം നിനക്കുള്ളതാണ്, നുസുകി എന്റെ ഇബാദത്തുകൾ മുഴുവനും നിനക്കുള്ളതാണ്. എന്തിനധികം പറയണം? മഹയായ എന്റെ ജീവിതം മുഴുവനും നിനക്കുള്ളതാണ്. ഒരു അറബ് മാത്രമല്ല നിനക്കുള്ളത്. മുജാഹിദിന് ആകെ അറബ് മാത്രമേ അള്ളാഹുള്ളൂ. സുന്നികൾ അങ്ങനല്ല, മുസ്ലിമീങ്ങൾ അങ്ങനല്ല, ജീവിതം മുഴുക്കെ അള്ളാഹുവിനാണ്. അപ്പൊ മഹയായ എന്റെ ജീവിതം മുഴുവനും അള്ളാഹുവിനാകുന്നു. അപ്പൊ മമാത്തി എന്റെ മരണവും അള്ളാഹുവിനുള്ളതാകുന്നു. അപ്പൊ നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിനുള്ളതെന്ന് അതിന് അറബും അറബല്ലാത്ത അറക്കാതെ പറപ്പിക്കുന്നതും ഒക്കെ അതിൽ പെട്ടു. അപ്പൊ നമ്മൾ അറക്കുന്നത് അള്ളാഹുവേതര ദൈവങ്ങളുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടോ ആ ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടോ അല്ല ഈ അറുക്കുന്നതൊക്കെ. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ അറുക്കുന്നു. എന്നിട്ട് ആ അറുത്ത ജീവിയുടെ മാംസം മുഹയ്യദ്ദീൻ ഷേഖിന്റെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ, റസൂലുള്ളാഹിയുടെ പേരിൽ, പലതിന്റെയും പേരിൽ നമ്മൾ സ്വതക്ക ചെയ്യും, ദാനം ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് ശിർക്കല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓതിയ സഹീഹുൽ മുസ്ലിമിൽ തന്നെ കാണാം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 100 ഉളുഹിയത്ത് അറുത്തു കൊടുത്തത്. ഒരു സന്ദർഭത്തിൽ ഉളുഹിയത്ത് സന്ദർഭത്തിൽ 100 എണ്ണം, 66 എണ്ണം അള്ളാഹുവിന്റെ റസൂൽ അറുത്തു. ബാക്കിയുള്ളത് അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അറുപ്പിച്ചു. ഇതാർക്ക് വേണ്ടിയായിരുന്നു? ഈ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് വേണ്ടിയായിരുന്നു അറുത്തത് എന്ന് സഹീഹ് മുസ്ലിമിൽ തന്നെ കാണാം. നിങ്ങൾ പറഞ്ഞതെന്താ? അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്ത അവന്റെ കാര്യം കഷ്ടാണ്. അപ്പൊ ആദ്യം റസൂലുള്ളാഹിന്റെ കാര്യം കഷ്ടാന്ന് പറയേണ്ടി വരും. അപ്പൊ അതിന്റെ അർത്ഥം അതൊന്നുമല്ല. അതൊക്കെ ആളുകളെ കണ്ണുപൊടിയിടാൻ ഒരു പരിപാടിയാണ്. അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുടെ പേര് ഉച്ചരിച്ചുകൊണ്ടോ ദൈവങ്ങളുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടോ മറ്റ് ദൈവങ്ങൾക്ക് വേണ്ടിയോ അറുക്കാൻ പാടില്ല. അതല്ലാതെ പുതിയാപ്പുറ നമ്മളെ വീട്ടിൽ വരുമ്പോ, മരുമകൻ വരുമ്പോ മരുമകന് വേണ്ടി, ഇത് മരുമകന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ പള്ളിക്കത്തെ ഉസ്താദിന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ മുജാഹിദ് സെന്ററിലെ മൗലവിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് കരുതിയിട്ട് അറുത്താലൊക്കെ ഈ ശാപത്തിൽ ഉൾപ്പെടുമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ നേരെ മറിച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനിക സൂക്തം വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. അപ്പൊ വേറൊരു പരിപാടി ഇത് മുസ്ലിമികൾ ചെയ്യുന്ന പരിപാടി എന്താണത്? ഔലിയാക്കൾക്ക് വേണ്ടി നേർച്ച നേടുന്നു, എന്നിട്ട് ജീവി അറുക്കുന്നു, അതേ ഔലിയാക്കളുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നു. ഇമാം മുഹമ്മദ് സ്വാദി അങ്ങനെ തന്നെ വിശദീകരിച്ചത് കാണാം. അതിനൊരു കുഴപ്പവുമില്ല. അത് മഹബൂബുൻ അംറുൻ മഹബൂബുൻ, പുണ്യകർമ്മമാണ്, സുന്നത്താണ്, യാതൊരു തകരാറുമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഓതിയ ആ ഹദീസിന്റെ ശരിയായ വ്യാഖ്യാനം അറുക്കണ നേരത്ത് പുതിയാപ്പുറ കരുതാൻ പാടില്ലെന്നോ, അറുക്കണ നേരത്ത് നമ്മൾ ഈ അറുക്കുന്നത് മൗലവിക്ക് വേണ്ടിയാണെന്ന് വിചാരിക്കാൻ പാടില്ലെന്നോ എന്നൊന്നുമല്ല. അല്ലാഹുവല്ലാത്ത ദൈവങ്ങളുടെ പേരിൽ, അല്ലാഹുവല്ലാത്ത ദൈവങ്ങളുടെ പ്രീതിക്കായി അറുക്കാൻ പാടില്ല എന്നാണ്. അത് സുന്നികൾ ആരും ചെയ്യുന്നില്ല. ഞങ്ങളൊക്കെ അള്ളാന്റെ പേരിൽ തന്നെ അറുക്കാറുള്ളത്. അതുകൊണ്ടല്ലേ പള്ളിക്കത്തെ മൂലയുടെ വിളിച്ചിട്ട് സാധാരണ അർപ്പിക്കാറുണ്ട്. നമ്മൾ അറുക്കുന്നത് പ്രശ്നം മാണ്ടാന്ന് കരുതി വയറ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 4 ആൾ കേൾക്കുന്ന ഉറക്കനെ ആ മഹറൊക്കെ ഹലത്തിൽ തന്നെ ശരിക്കായി ഉറപ്പടിച്ചിട്ടാ മൂപ്പര് അറുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ആയത്തിലോ ഹദീസിന്റെ പരിധിയിലോ സുന്നികൾ ഒരിക്കലും ഉൾപ്പെടുകയില്ല. സുന്നികൾ ചെയ്യുന്നത് ശുദ്ധ തൗഹീദാണ്, ശിർക്കല്ല, ഹദീസിന്റെ വ്യാപ്തിയിൽ പെടുകയില്ല. മൂപ്പർക്ക് സൽക്കരിക്കാൻ വേണ്ടിയിട്ട് അറക്കുന്നതാണ്. അത് മൂപ്പർക്ക് വേണ്ടിയുള്ളതല്ല. അറബ് അള്ളാഹുവിനിക്ക് തന്നെ. ഞങ്ങളെ പൂർണ്ണ വിശ്വാസം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് അതിന്റെ ചുരുവിലൂടെ ചെറുക്ക് കയറ്റുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉയർത്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി നേർച്ചാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് പറയേണ്ട ആവശ്യം? നേർച്ച എന്നുള്ള അള്ളാഹുവിനിക്കുള്ളതല്ലേ? നേർച്ച അള്ളാഹുവിനിക്കാണെന്നുള്ളത് സംഭവിച്ചു വെച്ചല്ലേ. ഇനി നേരത്തെ പറഞ്ഞ ഹദീസ്, ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ നേതാവല്ലേ ഇമാം നവവി? എപ്പോഴും ഏത് വിഷയവും പറയുമ്പോഴും പൊട്ടിപ്പിടിക്കുന്ന ആളാണല്ലോ. മുപ്പർ പറഞ്ഞു നോക്കൂ, ഇങ്ങനെയുള്ള അറിവ് മുഴുവനും ഹറാമാണ്. എങ്ങനെയുള്ളത് അർത്ഥം പറ്റും? തീരുമാനം
ആയിട്ട് മതി. അതിന്റെ മുമ്പന്നെ ചെറിയ ബുദ്ധിമുട്ടല്ലേ? ആർക്കും പറ്റി ഇമാം നബി പറഞ്ഞ ഒരുപാട് വായിക്കും. അങ്ങനെ തെക്കിപ്പീറല്ലിക്കൊന്നും ആരും പേടിച്ചില്ല, എന്നും പേടിച്ചില്ല, ഞാനും പേടിച്ചില്ല. ആൾക്കാർ അന്തം ഞാൻ തെറ്റുന്നില്ല, അത് കാര്യമാക്കണ്ട. നിങ്ങൾ അർത്ഥം പറ്റി. നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോ ഇമാം നബി വായിച്ച വിഭാഗത്തിൽ വായിക്കാം. വേറെ വൈകില്ലാഹി അർത്ഥം വെക്കുക അറിയില്ലെങ്കിൽ എന്നോട് പറയാം. അതിന്റെ അർത്ഥം വെച്ചാൽ ഇപ്പൽ മുറാദു ബിഹി അല്ലാഹു അല്ലാത്തവർക്ക് എന്നതുകൊണ്ടുള്ള വിവക്ഷ അള്ളാഹു അല്ലാത്തവരുടെ നാമം കൊണ്ട് ഇറക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേര് നാമം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തിരിയില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കലാകുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അറുക്കണ നേരത്ത് ബിസ്മി മുഹയ്യദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കൽ പാടില്ലാത്ത കാര്യമാകുന്നു. എന്തായാലും പറഞ്ഞത് അതന്നല്ലേ ഞാനും പറഞ്ഞത്, അതന്നെ നേരത്തെ ഞാൻ പറഞ്ഞത്, അതിനല്ലേ സ്ത്രീകൾ ചെയ്യുന്നത്. അതിന്റെ നേരെ ശേഷം പറയുന്നത് അവന് ശരിയാണ്. ആ വിഗ്രഹത്തിന് വേണ്ടി അറുക്കുന്നത് പോലെ തന്നെ നേരത്തെ പറഞ്ഞ ആ പോലത്തെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറുക്കുന്നത് പാടില്ലാത്തത് പോലെ തന്നെ, അതുപോലെ തന്നെ കുരിശിന് വേണ്ടി അറുക്കുന്നത് പാടില്ലാത്തത് പോലെ തന്നെ. അല്ലെങ്കിൽ ഈസാ നബി നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിസ്ത്യാനികൾ ഈസാ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അപ്പൊ അവർ യേശുവിന്റെ നാമത്തിൽ അറുത്താലും പാടില്ലാത്തതാണ്. ആർക്കാ സംശയമുള്ളത്? പാടില്ല തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പാടില്ല എന്ന് പറയുന്നത് ഏതോ അതിനെ കുറിച്ച് തന്നെയാണ് ഇമാം നബവി റഹിമഹുള്ളയും പാടില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ പറ്റുമെന്ന് പറഞ്ഞത് ഏതോ അത് ശിർക്കാണെന്ന് ലോകത്ത് വിവരമുള്ള പ്രാമാണിക പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കൽ അനുവദനീയാണെന്നുള്ളതിന് എവിടെ തെളിവിട്ടും? നിങ്ങൾ പുതിയാപ്പിളക്ക് വേണ്ടി അറുക്കൽ അനുവദനീയാണെന്നതിന്റെ തെളിവെങ്കിൽ അതേ തെളിവെന്നെ ഇവിടെ പുതിയാപ്പിളക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അറക്കാൻ നേരത്തെ പുതിയാപ്പിളക്ക് വേണ്ടിയാകുന്നു എന്ന് പറഞ്ഞോളന്നില്ലേ? ഞാൻ പുതിയാപ്പിളക്ക് വേണ്ടിയാകുന്നു എന്ന് പറഞ്ഞിട്ട് അറക്കണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മനസ്സിലുള്ള കരുത്താണത്. ഇതിന്ന് ഇപ്പൊ എന്റെ മരവും വരുന്നുണ്ട്, ഓർക്ക് വേണ്ടിയാണ് അറുക്കണത്. ഇത് നമ്മുടെ മനസ്സിലുള്ള കരുത്താ. ഇതൊന്ന് നമ്മളെ മുജാഹിദ് മൗലവി പ്രസംഗിക്കാൻ പറ്റില്ല. അയാൾക്ക് ഇപ്പൊ സാധാരണ ചോറ് കൊടുത്താൽ പോലെ ഒരു കോഴി ആയിക്കോട്ടെ എന്ന് എഴുതി മനസ്സിലാക്കുക, എഴുതി എന്നിട്ട് അറുക്കുകയാണ്. ഇതിന് കുഴപ്പമുണ്ടോ ഇല്ലേ? അത് കുഴപ്പമില്ലെങ്കിൽ അതേ കേട്ടതിന് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ഞങ്ങൾ ഇതിന്റെ സദക്ക ഭക്ഷണം മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ അത് ചെയ്യാൻ വേണ്ടി അറുക്കുകയാണ്. അതാ അറക്കാൻ നേരത്തെ ബിസ്മി മുഹീദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞില്ല. അതെന്താണ്? അവിടെ മാത്രം എങ്ങനെയാ കുഴപ്പം പറ്റുന്നത്? മുജാഹിദ് മൗലവിക്ക് വേണ്ടി അറുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, മുഹീദ്ദീൻ ശൈഖിന് വിചാരിക്കുമ്പോൾ കുഴപ്പമാണ്. അതെന്താ അങ്ങനെ മനസ്സിലാവില്ല. അത് ഏത് ഖുർആനാണ്, അത് ഏത് സുന്നത്താണ്? അവിടെ നമുക്ക് തിരിയാത്തത്. പുതിയാപ്പിളക്ക് വേണ്ടി നേർച്ചാക്കുന്നവരെല്ലാവരും നേർച്ചാക്കിയിരിക്കപ്പോഴേ നേർച്ച ആക്കണ വർത്താനം ഇപ്പൊ നമ്മൾ കാണുന്നില്ല. എന്റെ ചോദിച്ചത് അവിടെയാണോ? നിങ്ങളെ ചോദ്യമല്ല അവിടെ ഒരു പ്രശ്നം. അത് നിങ്ങൾ ചോദ്യത്തിന് കുറെ പുറത്തേക്ക് കാര്യമാണ്. ഞാൻ നിങ്ങൾ ചോദിച്ചോട് തന്നെ ഉള്ളത്. നിങ്ങൾ കുറച്ചുകൂടി പുറത്തെത്തിക്കുക. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ എത്തിയിട്ടുണ്ട്. മുഹയ്യിദ്ദീൻ മുസ്ലിം ഉദ്ധരിച്ച ഹദീസായി പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നതിനെ കുറിച്ചാണ്. അള്ളാഹു അല്ലാത്തവർ എന്ന് പറഞ്ഞതിൽ പെട്ടതാ മുജാഹിദുകളുടെ മൗലവിയും അതുപോലെ പുതിയാപ്പളയും മരുമകനും ഒക്കെ. അവർക്കൊക്കെ വേണ്ടി അറുക്കൽ ചുരുക്കാണോ? അവിടെ ഇവിടെ മാത്രം ചുരുക്കും. അതെങ്ങനെ വരുന്നത്? അവർക്ക് വേണ്ടി നേർച്ച എന്ന് പറയുന്നില്ലല്ലോ. അത് ശരി. അപ്പൊ നേർച്ച പറയുമ്പോഴാണ് നേർച്ച ചെയ്യുന്നതുകൊണ്ട് പിന്നെ തിരിച്ചു വരില്ല എന്ന് ഉറപ്പല്ലേ? എന്തുകൊണ്ട്? നേർച്ച എന്നത് ഇസ്ലാം പുണ്യകർമ്മമായി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ഉറപ്പല്ലേ? നമ്മൾ നേർച്ച കോഴിയല്ലാത്ത മാറ്റി വെക്കുന്ന വേറെ ഒരു 10 രൂപ നേർച്ചയാക്കി. ഈ നേർച്ചയാക്കിയത് അള്ളാഹു തുന്തല, അള്ളാഹു കൊടുക്കല. അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടി കൊടുക്കൽ സാധുക്കൾക്കല്ലേ? എന്താ പാദത്തിൽ തീയാത്ത പ്രശ്നം എവിടെന്താ? സദക്ക ചെയ്യുന്നു. സദക്ക എന്നുള്ള വിഭാഗത്താണ്. ശരിയാണ്. വിഭാഗത്ത് അള്ളാഹുവിനെ പറ്റുകയുള്ളൂ. അതും ശരിയാണ്. അപ്പൊ നമ്മൾ സദക്ക അപ്പോൾ മുജാഹിദ് പറയാവുന്നതല്ല. സദക്ക വിഭാഗത്താണ്. വിഭാഗത്ത് അള്ളാഹുവിനെ പറ്റുള്ളൂ. അപ്പോ അള്ളാഹു അല്ലാത്തവർക്ക് സദക്ക കൊടുത്താൽ ഒരു മുസ്ലിക്കായിട്ട് പറഞ്ഞാൽ എന്താ പോണെ കാട്ട് ഉളമാറി കാട്ടാൻ പറയാം. അതിനപ്പുറം വല്ല സ്ഥലം അവർ കേൾക്കണം. എന്താ ഈ പറയുന്നത്? നേർച്ച എന്ന് പറയുന്ന സദക്ക എന്ന് പറയുന്ന വിഭാഗത്ത് അള്ളാഹുവിന്റെ പ്രീതിക്കന്നെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് വിതരണം ചെയ്യുന്നത് സാധുക്കൾക്കാണ് അല്ലേ? എന്നതുപോലെ കോഴി എന്ന് പറയുന്ന നേർച്ചയാക്കുന്നത് അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടി തന്നെയാണ്. അതിന്റെ മാംസം വിതരണം ചെയ്യുന്നത് സാധുക്കൾക്കാണ്. എന്താ അതിന് കുഴപ്പമുള്ളത്? അവിടെ മാത്രമേ ഈ പ്രശ്നം വരുന്നത്. മുഹയ്യിദ്ദീൻ ശൈഖിനോട് ദേഷ്യമുണ്ടെങ്കിൽ വേറെ നിലയ്ക്ക് തീർക്കാന്നല്ലാതെ ഈ പേരിൽ തീർക്കാൻ പറ്റും. അത് വേറെ എന്തെങ്കിലും ചിന്തിക്കാം. അത് നിങ്ങൾ അൽമനാർ എഴുതിയതുപോലെ യാതൊന്നും കാണുവതു നാരായണ പ്രതിമ, യാതൊന്നും കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നും ചെല്ലുവതു നാരായണായ നമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ
മുഖപത്രമായ അൽമനാർ 1980 വ്യക്തമായി എഴുതി വെച്ചത് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ മൊഹീദ്ദീൻ ശേഖിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ വേറെ രൂപത്തിൽ തീർക്കുക എന്നല്ലാതെ ഇങ്ങനെ തീർക്കണ്ട. ഹദീസിനെയും ആയത്തിനെയും ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. മൊഹീദ്ദീൻ ശേഖിനെ തെറ്റിദ്ധരിപ്പിച്ചവര് നിങ്ങളാണ്, ഞങ്ങളല്ല. നിങ്ങൾ മൊഹീദ്ദീൻ ശേഖിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? സോനിയാസം തന്നെ എഴുതി വെച്ചിട്ടില്ല. ഇബ്രാഹിം നബിയോടുകൂടെ തീരിടുന്ന അവസരത്തിൽ മൊഹീദ്ദീൻ ശേഖ് ഉണ്ടായിരുന്നു. എത്ര കാലം ശേഷം വന്ന ആളായി? വെറുതെ ഓരോ തെറ്റിദ്ധാരണകൾ നിങ്ങളെല്ലാം ഉണ്ടാക്കി തീർത്തിട്ട് എന്നിട്ട് ജനങ്ങളോട് മുമ്പിൽ ഞങ്ങളാണ് അതിന്റെ ആളുകൾ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ സംബന്ധിച്ചിടത്തോളം മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ലിൽ കഅബത്തി ഔ ഗൈരിഹിമാ മിമ്മാ സിവല്ലാഹ് ലിഅന്നഹു മിമ്മാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹി ബൽ ലൗ ദുബിഹ തഅലീമൻ ലിമൻ ദുകിറ കഫറ. ബുഖാരിൽ കരീം നിങ്ങൾ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ കിതാബല്ലേ ബുഖാരിൽ കരീം, ആ ബുഖാരിൽ കരീമിന്റെ താഴെ കൂടി വായിക്കുന്നത് അമ്മട്ടിട്ടുണ്ട്. അതിന്റെ താഴെ ബുഖാരിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ പിന്നെ വിഷയം കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അത് ജനങ്ങളെ പറ്റിക്കലായിരിക്കും. ഒരു പറ്റിക്കലല്ല, അതിന് നേരെ താഴെ ഉണ്ട്. ബഹുമാനപ്പെട്ട അലവി സഖാവി പറഞ്ഞ മറുപടി അമ്മ എന്ന് പറഞ്ഞിട്ട് ബുഖാരിൽ കരീമിന്റെ നേരെ താഴെ ഉണ്ട്. അഥവാ അല്ലാഹു അല്ലാത്ത ഇവരുടെ പേരിൽ അറുക്കുക എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം എന്താണെന്ന് ഇനിയും ആവർത്തിക്കേണ്ടതില്ല, വളരെ വിശദമായി പറഞ്ഞത്. പിന്നെ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ച് അലി സഖാഫിയോട് സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങൾ ബഹുമാനപ്പെട്ടവരെ ദുരുപയോഗം ചെയ്യാൻ ഈ നേരത്തെ തന്നെ ഉപയോഗപ്പെടുത്തണോ? നേരത്തെ ശ്രീ ശങ്കരാചാര്യരുടെ തത്വം ചിന്തയിൽ സ്ഥാനം പിടിച്ച വ്യക്തിയാണെന്ന് എഴുതിയിട്ടില്ല എന്ന് ചോദിച്ചപ്പോ തിരിച്ച് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങളാണ് യഥാർത്ഥത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അപഹസിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ബൈത്ത് പാടുകയുണ്ടായി, وما بارد النيران إلا بدعوتي. നേരത്തെ സൂചിപ്പിച്ച യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾക്കുന്നത് നാരായണ പ്രതിമ എന്ന് പറഞ്ഞത് ഇതാ മുജാഹിദിന്റെ ഔദ്യോഗിക ഇന്നും അവരുടെ പത്രമായി നിലനിൽക്കുന്ന അൽമനാർ 1980 ജൂലൈ ലക്കത്തിലാണ്, പേജ് നമ്പർ 20 വളരെ വ്യക്തമായി ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. താങ്കൾ സൂചിപ്പിച്ച ബൈത്ത്, ആ ബൈത്തിൽ എന്താണ് വിഷയമുള്ളത്? ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയുന്നു, കുൻതു മഅ ഇബ്രാഹിമ, ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കൂടെ ഉണ്ടായിരുന്നു. ആർക്കാ തർക്കമുള്ളത്? ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകനാണ്. ഈ റസൂലുള്ളാഹി തങ്ങളുടെ പരമ്പരയാണ് മുഹീദ്ദീൻ ശൈഖ് എന്ന് വരുമ്പോ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയാണ്. ആ റസൂലിന്റെ പരമ്പര ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെയാണ് പോകുന്നത്. ആദം നബി അലൈഹി ഇസ്ലാം വരെ എത്തുന്ന പരമ്പരയിൽ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മഹാനവറുകളുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസുണ്ട്. അതിൽ ആർക്കാണ് തർക്കമുള്ളത്? പിന്നെയുള്ളത് എന്താണ്? ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബഹുമാനപ്പെട്ടവർ രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയുന്നു, ഇല്ലാ ബിദഅവതി, എന്റെ ദഅവത്ത് കൊണ്ടല്ലാതെ. എന്താണ് എന്റെ ദഅവത്ത്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാം മുതൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ആളുകളുടെ ദഅവത്ത് തൗഹീദാണ്. അതല്ലാതെ തറവാട് മഹിമയോ വ്യക്തിത്വ വികസനമോ സാമ്പത്തിക അഭിവൃദ്ധിയോ അല്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടത് എന്റെ ദഅവത്ത്, എന്റെ ബന്ധുക്കളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷക്കണക്കായ പ്രവാചകന്മാരുടെ ദഅവത്തായ തൗഹീദ് എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്
പറയുന്നത് എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ അപഹസിക്കൽ എവിടെയാണ് വരുന്നത് എന്ന് ചോദ്യകർത്താവ് ചിന്തിക്കുന്നത് നന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഖാഫി സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച ഹദീസിനോട് സമാനമായ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാർ അല്ലാമ അഹ്മദ് സ്വാബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സാവിയിൽ പറഞ്ഞത് കാണാം. അപ്പോൾ ഇവിടെ അറുക്കുന്നത് അല്ലാഹു തആലാക്കാണ്, അതിന്റെ സവാബ് വലിയനാണ് എന്ന് പറഞ്ഞാൽ എന്ന ഉദ്ദേശത്തോടു കൂടെ അല്ലാഹു തആല കറുത്തുകൊണ്ട് വലിയ സവാബ് ഉദ്ദേശിച്ചുകൊണ്ട് അറുത്താൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ ഉണർത്തിയിട്ടുണ്ട് എന്നും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് നല്ല തെളിവും നമ്മൾക്ക് പറയാം. അല്ലാഹു അല്ലാത്ത മഹാരഥന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ വല്ല തെളിവും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സുന്നികളാരും അല്ലാഹു അല്ലാത്ത മഹാരഥന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല, അവരോട് സഹായം ചോദിക്കാറുണ്ട്. ഈ സഹായം ചോദിക്കലിന് പ്രാർത്ഥന എന്നോ അതല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് എന്നോ എന്ത് പേരിട്ടാലും ശരി, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അല്ലാഹു അല്ലാത്ത മഹാരഥന്മാരോട് വിമർശിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രാർത്ഥന നടത്താറില്ല എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സുന്നിയേതര കക്ഷികൾ നടത്തുന്ന ദുരുപയോഗം ചെയ്യുന്ന ഒരു പദമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ 237ഓളം സ്ഥലങ്ങളിൽ എന്ന് തുടങ്ങിയ ഇവർ ദുരുപയോഗം ചെയ്യാറുള്ള പദങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അല്ലാത്ത മഹാരഥന്മാരോട് സഹായം ചോദിക്കുക എന്നത് ആ പരാമർശിക്കപ്പെട്ട പദങ്ങളിൽ ആരാധന എന്നതിന്റെ പരിധിയിൽ വരുമ്പോഴേ വിമർശിക്കപ്പെടേണ്ടതുണ്ട്. അല്ലാഹു അല്ലാത്ത മഹാരഥന്മാരോട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് തന്നെ സുന്നികൾ ആരും പ്രയോഗിക്കാറില്ല. ഒരു കുത്തുബിയത്ത് നടത്തുന്ന ആൾ മൊയ്തീനോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നയാൾ ഞാൻ നബിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. പക്ഷെ ആ പ്രയോഗത്തിനെ ഭാഷാപരമായി വേണമെങ്കിൽ പ്രാർത്ഥന എന്ന് പ്രയോഗവൽക്കരിക്കാം, അതിന് കുഴപ്പമില്ല. കാരണം മലയാള ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അർച്ചന, അപേക്ഷ എന്നൊക്കെ അർത്ഥമുള്ളൂ. പിന്നെ അത് ഈ പ്രാർത്ഥിക്കപ്പെടുന്ന അപേക്ഷിക്കപ്പെടുന്ന വ്യക്തി ആ വ്യക്തിക്ക് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അർപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക് അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു വിശേഷണം വകവെച്ചു കൊടുത്തുകൊണ്ടോ ആണെങ്കിൽ അത് ശറഅ് വിരോധിച്ച പ്രാർത്ഥനയിൽ വിരോധിച്ച പ്രാർത്ഥന ഉൾപ്പെടുകയാണ്. ചുരുക്കത്തിൽ പ്രാർത്ഥന എന്നാൽ രണ്ട് വിധമുണ്ട്. ഒന്ന് സാങ്കേതിക ഭാഷയിൽ ആരാധനാ പരിധിയിൽ വരുന്ന പ്രാർത്ഥന, രണ്ടാമത് കേവലം അപേക്ഷ, വണക്കം, യാചന തുടങ്ങിയ പദങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും ഈ രണ്ട് വിധത്തിലുള്ള പ്രയോഗമുണ്ടെങ്കിലും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന വിലക്കപ്പെടുന്നത്, അപേക്ഷ വിലക്കപ്പെടുന്നത് ഈ അപേക്ഷിക്കുന്ന വ്യക്തി അപേക്ഷിക്കപ്പെടുന്ന ശക്തിയെപ്പറ്റി എന്ത് വിശ്വസിക്കുന്നു എന്ന നിലക്ക്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഖുർആനിൽ കാണാം രണ്ട് അപേക്ഷ. ഒന്ന് സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ കാണാം റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ, പടച്ചവനെ മറന്നതിന്റെ പേരിൽ ഞങ്ങളെ പിടിച്ചു ശിക്ഷിക്കരുത്. ഇതേപോലെ ഇതേ അർത്ഥത്തിൽ ഇതേ ആശയത്തിലുള്ള അപേക്ഷ കാണാം അൽ-കഹ്ഫിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഖദർ നബി അലൈഹിസ്സലാമിനോട് അപേക്ഷിക്കുന്നു ലാ തുആഖിദ്നി ബിമാ നസീതു, മറന്നതിന്റെ പേരിൽ പിടിച്ചു ശിക്ഷിക്കരുത്. രണ്ടും ഒരേ ആശയമല്ലേ, രണ്ടും ഒരേ അർത്ഥമല്ലേ? അതെ, ഒന്ന് അപേക്ഷയാണ്, ഒന്ന് പ്രാർത്ഥനയാണ്. കാരണം റബ്ബനാ ലാ തുആഖിദ്നാ എന്ന് അല്ലാഹുവോട് നടത്തുന്ന
നടത്തുന്ന അപേക്ഷ, ആ അപേക്ഷ നടത്തുന്ന വിശ്വാസിയുടെ കരുത്തല്ല ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് ബഹുമാനപ്പെട്ട ഹദർ നബി അലൈഹിസ്സലാമിനോട് ഉണ്ടായ അപേക്ഷയിൽ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ അപേക്ഷിക്കുന്ന വ്യക്തി അപേക്ഷിക്കപ്പെടുന്ന ശക്തിയെ സംബന്ധിച്ച് എന്ത് വിശ്വസിക്കുന്നു അതനുസരിച്ചുകൊണ്ടാണ് ആരാധനയുടെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയും അല്ലാത്ത പ്രാർത്ഥനയും. ചുരുക്കത്തിൽ സുന്നികൾ നടത്താറുള്ളത് ആരാധനയുടെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയല്ല, സഹായാർത്ഥനയാണ്. അംബിയ ഔലിയാക്കൾക്ക് നൽകപ്പെട്ട മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുകയും പറയുകയും ഓതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സുന്നികൾ നടത്തുന്നത് അപേക്ഷയാണ്. മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിലുള്ള സഹായം ചോദിക്കലാണ്. അതിന് തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വളരെ സ്പഷ്ടമാണല്ലോ. നേരത്തെ വിഷയാവതരണത്തിൽ നിങ്ങളൊക്കെ കേട്ടു. സൂറത്തുൽ മാഇദയിലെ 52, 53 സൂക്തത്തിലെ ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ, നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്, റസൂലാണ്, വിശ്വാസികളാണ്. അപ്പൊ ഖും എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളോടാണ് സംബോധന. അപ്പൊ നമ്മുടെ സഹായി ആരാണ്? അൽമനാറിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞു, വലിയുടെ അർത്ഥം സഹായി എന്നാണ്. അപ്പൊ നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്, റസൂലാണ്, വിശ്വസിച്ചവരാണ്. ആ സഹായിക്കുന്ന അല്ലാഹുവിനെയും റസൂലിനെയും ഔലിയാക്കളെയും സഹായിയാക്കിയാൽ അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. അപ്പൊ അല്ലാഹുവല്ലാത്ത മഹാരഥന്മാരെ രക്ഷാകർത്തകളും സഹായികളുമാക്കുന്നത് അത് അല്ലാഹുവിന്റെ പാർട്ടിയാണ്. അല്ലാത്തത് ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിലുള്ള സഹായം ചോദിക്കലും അപേക്ഷിക്കലും നിരവധി സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ചോദ്യം ഉസ്താദിന് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് വല്ല തെളിവും ഉദ്ധരിക്കാനാണ്. അതിനെന്തോ മുഹ്യത്തിന്റെ കഴിഞ്ഞ കുട്ടിയത്തിൽ നിങ്ങൾ അങ്ങനല്ലേ പറയുന്നത്? ഒന്നുണ്ടാക്കി വന്നിട്ട് മുതലീസിനെയും കുട്ടികളെ എല്ലാവരെയും കൂടി ഒഴിഞ്ഞ റൂമിലും നിർത്തിയിട്ട് പരിസരത്തെ ലൈറ്റൊക്കെ കെടുത്തിയിട്ട് എന്നിട്ട് അയാൾക്കിന്റെ ഓർക്കൽ എന്തെങ്കിലും നബിനെ വിളിച്ചാല് അതല്ലേ ഖുർആനിൽ ഇപ്പൊ നിങ്ങൾ മായക സൂറത്തിന്റെ 52-ാമത്തെ ആയത്ത് ഓടിയിട്ട് എന്തേ ആദ്യം പറഞ്ഞേ? തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ നിങ്ങൾ സഹായിക്കുന്നത് മിക്കായിന്റെ അവസരത്തിൽ ആ വലിയനെ വിളിക്കുന്ന പറഞ്ഞാൽ അയാൾ എന്താ ഉള്ളത്? നിങ്ങൾ വലിയ എന്താ നിങ്ങൾ ഈ ജനങ്ങളെ സാധുക്കൾ എന്തിനാ നിങ്ങൾ ഈ പൊട്ടത്തരത്തിൽ കൊടുത്തത്? ഈ ആകൂല നാടനെ അറിയുക നാളെയുടെ രക്ഷയ്ക്കെന്ന മഹത്തായ പ്രമേയവുമായി ഞങ്ങളിത് ഒരുങ്ങിക്കഴിഞ്ഞു. ഭൂരികളുടെ സകല അബദ്ധജടിലമായ വാദങ്ങളും ഇൻഷാ അല്ലാഹ് കോഴിക്കോട് വെച്ച് നടക്കുന്ന സമാപന സംഗമത്തിൽ തകർന്നടിയാൻ പോവുകയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരും കൂടി ഒരു റൂമിന് എത്തിയിട്ട് എന്നിട്ട് ഒന്നുണ്ടാക്കി വന്ന് 12 കാലത്ത് നിസ്കരിച്ചിട്ട് ആ ശേഷം മൊഴിയദ്ദീൻ അബ്ദുൽ ഖാദർ എന്നിട്ട് അവസാനത്തിന് മലയാളത്തിൽ ഒരു ഒലിപ്പിച്ച വഴിയുണ്ടാവും. അത് കരഞ്ഞ് മുറിച്ചിട്ട് മൊഴിയദ്ദീൻ ശേഖ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലാന്ന് പറഞ്ഞു. എന്തെങ്കിലും നബിനായിരം വട്ടം വിളിച്ചാല് അല്ലെങ്കിൽ എന്തെങ്കിലും അള്ളാഹനോട് വിളിച്ചാല് എന്തിനാണ് ഈ മൊഴിയദ്ദീൻ ശേഖിനെ വിളിക്കുന്നത്? പ്രസക്തമായ ചോദ്യം. ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞ വലിയുടെ അർത്ഥം സഹായി എന്നാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് ആളുകളെ വിഡ്ഢിയാക്കുകയാണ്. കാരണം നമ്മൾ നിക്കാഹിന് വലിയെന്ന് പറയാറുണ്ട്. അപ്പൊ ആ വലിയുടെ അർത്ഥം സഹായി എന്നാണോ? അതല്ല കൈ കൊടുക്കുന്ന ആള് എന്നല്ലേ അർത്ഥം? അപ്പൊ ഇന്നമാ വലിയുക്കുമുള്ളാഹു എന്ന് പറഞ്ഞിടത്തും ആ വലിയുടെ അർത്ഥം അത്രയൊക്കെ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അതിന് ഞാൻ ആദ്യം മറുപടി പറയാം. ഖുർആൻ ഇന്നമാ വലിയുക്കുമുള്ളാഹു എന്ന് പറയുന്ന ഈ ആയത്തിൽ നിക്കാഹിന്റെ വലിയ ആരാണ് അല്ല എന്ന വിഷയമല്ല അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ 12-ാമത്തെ വാല്യം 25-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചത് കാണാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നമാ വലിയുക്കുമുള്ള
എന്ന് പറഞ്ഞിടത്തുള്ള വലിയ എന്ന് പറഞ്ഞാൽ കുല്ലുമൻ അൻസഫ വതറക തഅസ്സുബ വതഅമ്മല ഫീ മുഖദ്ദമിൽ ആയത്തി വഫീ മുഅഖരിഹാ ഖതഅ ബിഅന്നൽ വലിയ ഫീ ഖൗലിഹി ഇന്നമാ വലിയുകുമുല്ലാഹ് ലൈസ ഇല്ലാ ബിമാന നാസിരി വൽ മുഹിബ്ബി. ഇമാം റാസിയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാവാണ്, ആർക്കും തർക്കമില്ല. എന്താ പറഞ്ഞത്? കുല്ലുമൻ അൻസഫ, നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരഹൾ, പക്ഷപാതം വെടിയുകയും വേണം. മുജാഹിദിന്റെ മാതിരി ഒരു പക്ഷത്തിൽ നിന്ന് സംസാരിക്കരുത്. പക്ഷപാതം ഉപേക്ഷിക്കുകയും ചെയ്തു. ആയത്തിന്റെ അപ്പുറവും ഇപ്പുറവും ആദ്യ ഭാഗവും അവസാന ഭാഗവും ചിന്തിക്കുകയും ചെയ്താൽ അവൻ തറപ്പിച്ച് ഉറപ്പിച്ച് കറപ്പിച്ച് പറയും അന്നൽ വലിയ ഇന്നമാ വലിയുക്കുമുല്ലാഹ, ഇന്നമാ വലിയുക്കുമുല്ലാഹ് എന്ന് പറഞ്ഞിടത്തുള്ള വലിയ എന്നതിന്റെ അർത്ഥം ലൈസ ഇല്ലാ ബിമാനൻ നാസിരി വൽ മുഹിബ്ബി. ഇത് ഇമാം റാഹി പറയാ. ആ വലിയ എന്നതിന്റെ അർത്ഥം സഹായിക്കുന്നവൻ എന്ന അർത്ഥത്തിലല്ലാതെ അല്ലേ അല്ല. പറയുന്നത് ആരാ? ഇമാം റാഹിയ. ഇമാം റാഹി മുജാഹിദും സമസ്യയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ജീവിച്ച ആളാണല്ലോ. ഇത് 606 വഫാത്തായ മഹാപണ്ഡിതനാണ്. ഇമാം റാഹി റഹിമഹുള്ള ഏകദേശം 800-900 വർഷം മുമ്പ് വിജയിച്ച തന്റെ വിശ്രുതമായ തഫ്സീറിലാണ് ഈ പറയുന്നത്. അപ്പൊ ഇന്നമാ വലിയുക്കുമുല്ലാഹ എന്ന് പറഞ്ഞ വലിയുടെ അർത്ഥം സഹായിയാണ് എന്ന് വെച്ചത് ഞങ്ങളുടെ സ്വന്തം വകയല്ല. റാസി ഉൾപ്പെടെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകൾ അവരുടെ അനുയായികളെ നോക്കി, കഥയില്ലാത്തവരെ നോക്കിയോ അവർക്കെന്തും പറയാനോ, അവർക്കെന്തും പറയാം. പക്ഷെ ഖുർആൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ നോക്കൂ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, തഫ്സീറുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതേതാണെന്നറിയോ? ഇത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ. 1986 ജൂലൈ ലക്കത്തിൽ ഇറങ്ങിയ അൽമനാർ. ഇന്നമാ വലിയുക്കുമുല്ലാഹ് ഈ ആയത്തിൽ വിശദീകരിച്ച് പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ സഹായിയും സംരക്ഷകനും അല്ലാഹുവും അവന്റെ ദൂതനും വിശ്വാസികളുമാകുന്നു. എന്താ പറഞ്ഞത്? തീർച്ചയായും നിങ്ങളുടെ സഹായിയും. പുതിയ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുമ്പോ കഞ്ഞി കൊടുക്കുന്ന സഹായി അല്ല തരുന്നത്, വലിയ അല്ലത്. ഈ വലിയ അർത്ഥം എന്താ? സഹായി. അപ്പൊ ഞങ്ങളെ സ്വന്തം വകയല്ല, കുഞ്ഞികളുടെ സ്വന്തം വക പോക്കറ്റിൽ നിർത്ത അർത്ഥമല്ല. ഇത് മുജാഹിദിന്റെ മുഖപത്രമാണ്. സംശയമുള്ളവർക്ക് നോയിക്കോളി. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലേ നോയിക്കോളി, തിരിച്ചു തന്നാൽ മതി. തിരിച്ചു തരാതെ ഓർഡർ പണ്ടൊരു മുജാഹിദ് കാട്ടിയ മതി. അപ്പൊ എന്താണ് ഇന്നമാ വലിയുക്കുമുല്ലാഹ് നിങ്ങളുടെ സഹായി? ഇത് മുജാഹിദിന്റെ അർത്ഥം. ഖുർആൻ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും പ്രബോധനത്തിൽ പറഞ്ഞു എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാൻ അതും എടുക്കാം. നിങ്ങൾ പറഞ്ഞത് പിന്നെ കടപ്പുറത്തെ ആൾക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരെ ഞാൻ അൽമനാർ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പൊ ഇന്നമാ വലിയുക്കുമുല്ലാഹ് എന്ന് പറഞ്ഞ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ സഹായി അള്ളാഹു ആകുന്നു, റസൂലുഹു അള്ളാഹുവിന്റെ റസൂലുമാകുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച സഹായിയാകുന്നു. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാക്കിഊൻ. വല്ലദീന ആമനു സത്യവിശ്വാസികളുമാകുന്നു. ഈമാനിൽ കമാൽ പ്രാപിച്ച നാം അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന സത്യവിശ്വാസികളുമാകുന്നു. അവരും നിങ്ങളെ സഹായിക്കും. മാത്രമല്ല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് 400ഓളം സഹാബികളെ നേരിൽ കണ്ട് ഇസ്ലാം പഠിച്ച മഹാനായ താബിഈകളുടെ നേതാവ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഹിജ്റ 110 വഫാത്തായ മഹാപണ്ഡിതനാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമ ബീവിയുടെ മടിത്തട്ടിൽ കിടന്നു വളർന്ന മഹാനായ താബിഈകളുടെ നേതാവ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വലാഹിറു ഖൗലിഹി വല്ലദീന ആമനൂ ഉമൂമു മൻ ആമന മൻ മവാമിഹും വമൻ ബഖിയ. വിശ്വാസികൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, ഉമൂമു മൻ ആമന മൻ മവാമിഹും വമൻ ബഖിയ. ആ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയ മഹാന്മാക്കളും അവരും നിങ്ങളെ സഹായിക്കും. ഇത് ഞങ്ങളെ പോക്കറ്റ് നിർത്തതല്ല. തഫ്സീർ അബൂ ഹയ്യാൻ ബഹറുൽ മുഹീത്ത് അതിന്റെ 3-ാമത്തെ വാല്യം 513-ാമത്തെ പേജിൽ നമുക്ക് നോക്കിയാൽ ഇത് കാണാൻ കഴിയും. തഫ്സീർ ഇബ്നുൽ മസീദ്
ഇബ്നുൽ ജൗസിയുടെ സാദുൽ മസീറിന്റെ രണ്ടാമത്തെ വാല്യം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളെ സ്വന്തം വകയല്ല. അപ്പൊ മരിച്ചുപോയ മഹാന്മാക്കൾ നിങ്ങളെ സഹായിക്കൂ, അവരോട് സഹായം ചോദിക്കാം. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത് എന്താ? അതിങ്ങനെ പറഞ്ഞു, ഇന്നമാവലിയുള്ളാഹു, അള്ളാഹു നിങ്ങളുടെ സഹായിയാകുന്നു, അള്ളാഹുവിനോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. റസൂലുഹു, റസൂൽ നിങ്ങളുടെ സഹായിയാകുന്നു, റസൂലിനോട് സഹായം ചോദിക്കാം. വല്ലതീന ആമനു, സത്യവിശ്വാസികൾ നിങ്ങളുടെ സഹായിയാകുന്നു, ആ സത്യവിശ്വാസികളോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത് പറഞ്ഞ് അവസാനം അതിനുശേഷം അള്ളാഹു തന്നെ പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും സഹായിയാക്കിയാൽ, വല്ലതീരാമനു, സത്യവിശ്വാസികളെയും സഹായിയാക്കിയാൽ, അവർ അള്ളാഹുവിന്റെ പാർട്ടിയാകുന്നു. അവർ മുശ്രിക്കാകുന്നു, കടപ്പുറത്ത് പോകുന്നവരാകുന്നു എന്നല്ല പറഞ്ഞത്. എന്താ പറയുന്നത്? അവർ അള്ളാഹുവിന്റെ പാർട്ടിയാകുന്നു. അവരാണ് വിജയികൾ. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 55, 56 സൂക്തങ്ങളിലായി വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ മഹാന്മാക്കളോട്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളോടും സഹായം ചോദിക്കാം എന്ന് പറയുന്നത്. ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. പൂർവികരൊക്കെ കാണിച്ചു തന്നതാണ്. അതൊന്നും ചോദ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഖുർആൻ തന്നെ നമ്മെ ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം ചോദിച്ചത്, മൊയ്യദ്ദീൻ തന്നെ വിളിക്കുന്നില്ല, റസൂലുള്ളാഹിനെ വിളിച്ചൂടെ? വിളിക്കുന്ന ആൾക്കാർ ഞങ്ങൾ തീരുമാനിച്ചു ഒരാളെ വിളിക്കേണ്ടത്, ആരെ വിളിക്കാത്തത് നിങ്ങളെ വിഷയപ്പതല്ല. ഞങ്ങളെ ഈ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ആഭ്യന്തര വിഷയത്തിൽ നിങ്ങളെതിരെയാണ് അന്യനാളായി ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആദ്യം വിളിക്കാൻ പറ്റുമോ പറ്റൂല എന്നാണ് നമ്മളെ ചർച്ച. അത് തീരുമാനമായാൽ പിന്നെ വിളിക്കേണ്ടത് ആരെയും പിന്നെ തീരുമാനിക്കാം. ഞങ്ങളെല്ലാവരും വിളിക്കാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഞാൻ നിങ്ങൾ കേട്ടില്ലേ, ഞാൻ പരിപാടി തുടങ്ങിയപ്പോ തന്നെ റസൂലുള്ളാഹിനെ വിളിച്ചിട്ടാ തുടങ്ങിയത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി വഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. ഞങ്ങളെല്ലാവരും എപ്പോഴും വിളിക്കാറില്ല. പിന്നെ ഞങ്ങളെ പരിപാടിന്റെ മങ്കൂട്ടുപാടിന് വിളിച്ചു തുടങ്ങിയ റസൂലിനെ വിളിക്കല്ലേ ഞങ്ങളെ പരിപാടി. വിളിക്കുന്നതിന് റസൂലുള്ളാഹിനെ വിളിക്കുന്നതിന് ഞങ്ങളെ മുൻപന്തിയിൽ നിങ്ങളല്ല. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം, വിളിക്കാൻ പറ്റുമോ പറ്റൂല, അത് ചെയ്തവൻ മുശ്രിക്കാവോ? 1000 വട്ടം മുശ്രിക്ക്, 10,000 വട്ടം കാഫിർ, അങ്ങനെ കുഫ്ർ ചുരുക്കി എന്നത് ഹോൾസെയിലായും റീറ്റെയിലായും നൽകുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ആണോ ഉള്ളത്? അതല്ല അത് തൗഹീദാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊരു തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് വിളിക്കേണ്ടത് ആരെയും പിന്നെ തീരുമാനിക്കാം. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിക്കാം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ആരാധന അത് അല്ലാഹുവിനെ മാത്രമേ പറ്റുകയുള്ളൂ. ഞങ്ങൾ ആരും ഇവർക്ക് ആരാധിക്കുന്നില്ല. ആരെങ്കിലും പറയോ അവർ റസൂലുള്ളാഹിനെ ആരാധിച്ചത് എന്ന് പറയും. ഒരു കുത്തുബിയത്ത് കഴിഞ്ഞ് വരുന്ന ആളോട് പറയും, അങ്ങനൊക്കെ പാടുമ്പോ മൊയ്തീനെ ആരാധിച്ചു വരല്ലേ? ഒരാളും ഭക്ഷണം കഴിക്കുന്ന ആളും പറയാറില്ല. പിന്നെ വല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിയല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞങ്ങൾ ചെയ്യുന്നതിന് വ്യക്തവും കൃത്യവുമായ രേഖയുണ്ട്. പിന്നെ മോചനയും കുട്ടികളും കൊണ്ട് റൂമിൽ